ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് നെയ്യപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നെയ്യപ്പം ശരിയായില്ലെന്ന് ആരും പറയില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വെള്ളമൊഴിച്ച് 5 മണിക്കൂറോളം കുതിർക്കാൻ വെക്കണം. അപ്പോൾ അരി നന്നായി കുതിർന്ന് വന്നാൽ മാത്രമേ നമ്മുടെ നെയ്യപ്പം ശരിയാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി 3 ശർക്കരയൊക്കെ എടുക്കാം കേട്ടോ, എന്നാലും മധുരം കറക്റ്റാവും. അപ്പം ഞാൻ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് മിക്സി ജാറിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ, കൂടാതെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ശർക്കരയില്ലേ, ബെല്ലയില്ലേ, അത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ. പിന്നെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ അപ്പസോഡ ഇല്ലേ, അപ്പക്കാരം, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം വറുത്തതോ അല്ലെങ്കിൽ ചെറിയ ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തവി, കറക്റ്റ് ഒരു തവി ചോറും ഒരു തവി മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചോറ് ചേർത്ത് ഒരു സോഫ്റ്റ് ആവും. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒരു 1/4 ഭാഗം ഒന്ന് അരച്ചെടുക്കുക. അതായത് ഒരു തരി വരുന്ന വരെ, ഒരു റവയുടെ പോലത്തെ തരി ഉള്ള പോലെ അരച്ചെടുക്കണം. പിന്നെ ഇഡ്ഡലി മാവിൻ്റെ അളവിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ആ സ്പൂണിൽ കണ്ടില്ലേ ചെറിയ ചെറിയ തരികൾ, അതുപോലെ വേണം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് കിട്ടാൻ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. അത് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെയാണ് അരച്ചെടുക്കുക. നെയ്യപ്പത്തിന് ഇതുപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടിയിലോട്ട്, ഇരുമ്പും ചട്ടിയിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുത്തതുപോലെ ചുട്ടെടുക്കണം. ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. 1/2 മണിക്കൂറൊക്കെ മാവ് ഒന്ന് പൊന്താൻ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ നെയ്യപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി ആരും ശരിയായില്ല എന്ന് പറയില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കണ്ടോ നെയ്യപ്പത്തിൻ്റെ പെർഫെക്ഷൻ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാസ്.